ഹലോ ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ ഫാമിലി റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടു നോക്കാം. അടിക്കട്ടിയുള്ള ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് ഏകദേശം 12 ചുവന്നുള്ളി, 2 പച്ചമുളകും, എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 2 എണ്ണം, തീരെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4 എണ്ണം വരെ ചേർക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. ഇത് ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിനൊന്നും വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പുറകെ 2 വലിയ സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള സവോള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗണിഷ് പിങ്കിഷ് കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് തീയെല്ലാം ഏറ്റവും കുറവ് വെച്ചിട്ട് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ തീ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഈ സ്പൈസസ് എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. എരിവനുസരിച്ച് നമുക്ക് ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചെറിയ ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര മുളക് പൊടിയാണോ ചേർത്തിട്ടുള്ളത് അതിനെല്ലാം ഒരല്പം കൂടുതൽ വേണം മല്ലിപ്പൊടി ചേർക്കാനായിട്ട്. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ കുറവ് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ടി വരില്ല. പക്ഷേ നോൺ സ്റ്റിക്ക് പാൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ക്രാബ് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഇത് ചെയ്യാത്തത്. ഇതിൻ്റെ പുറകെ നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് കൈ നിറയെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സ്പൈസസിൻ്റെയും പച്ചമണം മാറി കിട്ടുന്നവരെ തീ കുറച്ച് വെച്ച് ഇതിനെ വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്കൊക്കെ ചേർക്കുന്ന അത്രയും ഗരം മസാല നമ്മൾ ചേർക്കലില്ല കേട്ടോ. പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം, അത് മറക്കരുത്. അപ്പോൾ ഈ ഒരു കറിയിൽ മെയിനായിട്ടുള്ള അതിൻ്റെ എരിവ് വരുന്നത് കുരുമുളകിൽ നിന്നാണ്. അപ്പോൾ അതനുസരിച്ച് കുരുമുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സൈസ് ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെയാണ് ഞാൻ കുരുമുളക് പൊടിച്ചത് ചേർക്കുന്നത്. കുരുമുളക് പൊടിച്ചത് ശരിക്കും ആദ്യമേ ചേർക്കണമായിരുന്നു, ഞാൻ അപ്പം ചേർക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ടൊമാറ്റോ ചേർക്കുന്നതിന് മുന്നേ തന്നെ ചേർക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സ്പൈസസിൻ്റെ പച്ചമണം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി ടൊമാറ്റോ എല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്രാബ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രാബിൻ്റെ പീസസാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 600-650 ഗ്രാമോളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണം അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഏകദേശം 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്രാബിൻ്റെ എല്ലാ ഭാഗത്തും മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പുറകെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കുടംപുളിയും ചേർത്ത് കൊടുക്കാം. കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം കുടംപുളി മാത്രമാണ് ചേർക്കേണ്ടത്, കൂടുതലൊന്നും ചേർക്കരുത്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ ചെറിയൊരു കഷ്ണം കുടംപുളി ചേർക്കാണ്ട് ക്രാബ് ഒരിക്കലും വെക്കാറില്ല. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഇതാണ് ബെറ്റർ. ഇനി നമുക്കിതിനെ മൂടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അമ്മാമ്മയും ഒക്കെ ഉണ്ടാക്കാറുള്ള അതേ രീതിയിലുള്ള ക്രാബ് റോസ്റ്റാണ് ഇനി നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ഇനി നമുക്ക് അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണുന്നവരെ ബൈ.